മാമോഗ്രാം എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ഒരു സ്കാനാണ്. ചെറിയ തോതിലുള്ള എക്സ്റേസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്നത്. ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോബ്ലംസും കണ്ടുപിടിക്കാൻ ആക്ച്വലി മാമോഗ്രാം ഉപയോഗിക്കാം. മാഡം, ഇന്ന് സമൂഹത്തിൽ സ്ഥാനാർബുദത്തിൻ്റെ സാധ്യത നിർണയത്തിൻ്റെ ചികിത്സാ രീതി എന്നുള്ള രീതിയിൽ മാമോഗ്രാം ഇന്ന് പ്രചാരത്തിലായി കഴിഞ്ഞിരുന്നു. പണ്ട് വളരെ വിരളമായിട്ട് സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്ന ഈ ടെസ്റ്റ് ഇന്ന് ഓൾമോസ്റ്റ്, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ ഈ മാമോഗ്രാഫി എന്ന് പറയുന്നത് എന്ത് ടെസ്റ്റാണ്? ഈ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിൽ അതിൻ്റെ എസെൻഷ്യാലിറ്റി എന്താണെന്നൊന്ന് പറയാമോ? മാമോഗ്രാം എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ഒരു സ്കാനാണ്. ചെറിയ തോതിലുള്ള എക്സ്റേസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്നത്. ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോബ്ലംസും കണ്ടുപിടിക്കാൻ ആക്ച്വലി മാമോഗ്രാം ഉപയോഗിക്കാം. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പറഞ്ഞതുപോലെ സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഏറ്റവും ഫലപ്രദമായൊരു സ്ക്രീനിങ് ടൂളാണ് മാമോഗ്രാം. രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ വളരെ ചെറിയ മുഴയായിരിക്കുമ്പോൾ തന്നെ, ചിലപ്പോൾ 1 സെൻറ്റിമീറ്ററോ അതിൽ താഴെയോ ഉള്ള മുഴയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് മാമോഗ്രാം വഴി ഇത് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കുന്നത് വഴിയുള്ള ഗുണം എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് ചികിത്സാ സാധ്യതകൾ കൂടുതലാണ്. ആ മുഴയും അതിന് ചുറ്റുമുള്ള ഒരു ടിഷ്യൂവും എടുത്ത് മാറ്റിയാൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അപ്പോൾ മാഡം പറഞ്ഞതുപോലെ മാമോഗ്രാം ത്രൂ ബ്രസ്റ്റിലുള്ള ഏത് തരത്തിലുള്ള അസുഖവും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ക്യാൻസറസ് ആകാൻ സാധ്യതയുള്ള മുഴകൾ. തീർച്ചയായും. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു മുഴകൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു സ്ത്രീക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ അടുത്തേക്ക് വരുമ്പം സർജിക്കൽ ഓങ്കോളജി എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴേക്കും എത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്? മാമോഗ്രാമിൽ നമുക്കിപ്പോൾ പല ലെവലിലുള്ള ഡിസീസാണ് പറയുന്നത്. ഗ്രേഡിങ്, ഇപ്പം ബെറൈറ്റ്സ് 1, ബെറൈറ്റ്സ് 2, അങ്ങനെ ബെറൈറ്റ്സ് 4 എന്ന് പറയും. ഒരു ബെറൈറ്റ്സ് 4ൻ്റെ മേളിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും അതിനൊരു ബയോപ്സി പറയാറുണ്ട്. അപ്പം ബയോപ്സി നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2-3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, അത് ലോക്കലൈസ്ഡ് ആണ്, അപ്പോൾ ബ്രസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ്, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ഒരു ഒത്തിരി ഏരിയയിൽ അസുഖത്തിൻ്റെ സാധ്യത ഉണ്ടോ എന്നുള്ളത്. ബയോപ്സി പലപ്പോഴും നമ്മളൊരു അൾട്രാസൗണ്ട് വെച്ചിട്ട് ഗൈഡ് ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ടൊരു കോർ നീഡിൽ ബയോപ്സി, അതായത് കുറച്ച് ടിഷ്യൂയും കൂടി ചേർത്തിട്ട് എടുക്കുന്ന ബയോപ്സിയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പം അത് തന്നെ അൾട്രാസൗണ്ടിൽ നമുക്കത് ഈ മാമോഗ്രാമിൽ കാണുന്ന കാര്യങ്ങൾ അൾട്രാസൗണ്ടിലും കൂടെ കാണാൻ പറ്റുകയാണെങ്കിൽ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് നമുക്കത് ബയോപ്സി ചെയ്യാൻ പറ്റും. ചില സിറ്റുവേഷനുണ്ട് മാമോഗ്രാമിൽ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അൾട്രാസൗണ്ടിൽ കാണാൻ കിട്ടിയില്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് ബയോപ്സി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സി, അത് മാമോഗ്രാഫിക്കലി തന്നെ ചെയ്യുന്നതാണ്. അത് പ്രോബ്ലി ഡോക്ടർ പാർവതി അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും അതിന് എങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ആ ബയോപ്സിയിൽ കിട്ടുന്ന റിസൾട്ട് അതെന്താണ് അസുഖം നോക്കിയിട്ടാണ് പിന്നെ ബാക്കി ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്.